ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ നോ നമ്മൾ കണ്ടുമുട്ടിയിട്ട് കുറച്ച് നാളായി. ആൻഡ് ടുഡേ ഓൾസോ ഐ കെയിം അപ്പ് വിത്ത് അനദർ ബുക്ക് റിവ്യൂ. ചേതൻ ഭഗത്തിന്റെ 400 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി മിസ്റ്ററി ത്രില്ലറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ ചേതൻ ഭഗത്തിന്റെ ഒരു ബുക്ക് റിവ്യൂ ചെയ്തിട്ടുണ്ട്, വൺ നൈറ്റ് അറ്റ് ദ കോൾ സെന്റർ എന്ന് പറഞ്ഞിട്ട്. ഇത് അവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയില്ല, ബട്ട് അതൊരു ഓക്കെ ടൈപ്പ് ആണെങ്കിൽ ഇത് ട്രസ്റ്റ് മീ ഗൈസ്, ഇറ്റ്സ് അടിപൊളി നല്ലതാണ്. കാരണം ട്വിസ്റ്റുകളൊക്കെ ഇങ്ങനെ പട്ടോന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഐ തിങ്ക് 13ാമതായിട്ട് എഴുതുന്ന നോവൽ എന്തോ ആണ് ചേതൻ ഭഗത്തിന്റെ ഈ ഒരു 400 ഡേയ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ വായിച്ചു വന്നുകൊണ്ടിരുന്ന എല്ലാം ഏകദേശം ഒരേ ജോണറിലുള്ള ബുക്സ് ആണല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കൊരു മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ ഒരു ക്രൈം ത്രില്ലർ ആ ഒരു സെക്ടറിലേക്ക് കടന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് എൻ്റെ ഈ ബുക്ക് കിട്ടുന്നത്. സോ ഐ വാസ് സോ എക്സൈറ്റഡ് ആ സമയത്ത് ഇതൊന്ന് വായിച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എല്ലാ തവണത്തെയും പോലെയല്ല, കുറച്ച് ബിസി ആയിട്ടുള്ള കുറേ വർക്കിന്റെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ കൊണ്ട് ഞാനിത് വായിച്ച് തീർക്കാൻ കുറച്ച് ടൈം എടുത്തു. അതാണ് ഈ ഒരു ബുക്ക് റിവ്യൂ ചാനലിൽ വരാനും ഇത്രയും ടൈം ആവുന്നത് കേട്ടോ. 344 പേജസ് ഇൻ ടോട്ടൽ. 344 പേജസും ആണ്, അടിപൊളിയാണ്. പിന്നെ ഇടയ്ക്ക് ചെറിയൊരു ലാഗ് വരുന്നത് പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ദ സ്റ്റോറി വാസ്, അതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ, ഈ 400 ഡേയ്സ് ആയിട്ട് ഒരു കുട്ടിയെ കാണാതെ പോയിരിക്കുകയാണ്. സോ അതിൻ്റെ അമ്മ കടന്നു പോകുന്ന ഓരോരോ സ്റ്റേജസ് ഈ ബുക്കിനകത്ത് സ്ത്രീകളുടെ പല ഇമോഷൻസിനെ പറ്റി നല്ലപോലെ നറേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ആഫ്റ്റർ മാരേജ്, ബിഫോർ മാരേജ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ പറ്റിയിട്ടും, ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഒരു അമ്മ എന്നുള്ളൊരു വികാരത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ്, അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ട്, അവതരിപ്പിച്ചിരിക്കുന്നതായിട്ട് എനിക്കിത് വായിച്ചപ്പോൾ ഫീൽ ചെയ്തു. ആൻഡ് ദ പ്ലോട്ട് വാസ്, കുട്ടിയെ കാണാതെ പോകുന്നു. ആ അമ്മ 2 പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിന്റെ കയ്യിൽ, ഒരുപാട് നമ്മുടെ ലീഗലി കുറെ മൂവ് ചെയ്തു, ഒരു മാറ്റം ഉണ്ടാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ 2 പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ്, ഇത് അവര് കേശവ് സൗരഭ് എന്നാണ് അവരുടെ പേര് വരുന്നത്, അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അവരെ റൗണ്ട് ചെയ്തിട്ടാണ് ദ ഹോൾ സ്റ്റോറി മൂവ് ഓൺ ആവുന്നത് കേട്ടോ. ഇപ്പൊ കേശവിനെയും സൗരഭിനെയും പറ്റി പറയുകയാണെങ്കിൽ ഇവർ നല്ല തിക് ഫ്രണ്ട്സ് ആണ്, ഒരുമിച്ചാണ് ജീവിക്കുന്നത്. അതായത് കേശവിന്റെ വീട്ടിലാണ് സൗരഭും ഇപ്പൊ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ഒരേ വീട്ടിൽ താമസിക്കുന്നു. 2 പേരും സേഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. സൗരഭ് ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ കേശവ് കുറച്ചിങ്ങനെ ഈ ഒരു IPS പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പുള്ളി വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ കുറച്ച് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി പോലെയും കൂടിയിട്ട് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ തെളിയിച്ചിരിക്കുന്ന പല കേസുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതും ഒരു മീഡിയയുടെ കയ്യിലേക്ക് ഒരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രധാനമായിട്ടും പറയട്ടെ, ഈ കൊച്ചു മിസ്സായിരിക്കുന്നത് വലിയൊരു വീട്ടിൽ നിന്നാണേ. ഇതിന്റെ ഫാമിലി എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അച്ഛന്റെ പേര് മനീഷ് എന്നാണ്. ആൻഡ് മനീഷ് ഈസ് എ പഞ്ചാബി ബേസിക്കലി. അദ്ദേഹം വലിയൊരു ഡയമണ്ട് ജ്വല്ലറി ഏജന്റ് ആണ്. അവരുടെ കുടുംബത്തിന് തന്നെ ഒരുപാട് ജ്വല്ലറി കമ്പനീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വലിയൊരു ബിസിനസ്മാൻ, അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുറച്ച് റിച്ച് സെറ്റപ്പിൽ നിന്നാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ഔട്ട്കം ഉണ്ടാവും മീഡിയാസിലൊക്കെ. ഈ ഒരു കൊച്ചിനെ കാണാതെ പോയി എന്ന് പറയുന്ന ഈ ഒരു കേസ് ലീക്കായി കഴിയുമ്പോൾ, അപ്പൊ അങ്ങനെ ലീക്കായി കഴിഞ്ഞ് മീഡിയാസിന്റെ ഇന്റർഫിയറൻസ് ഒക്കെ ഒരുപാട് വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രസ്റ്റീജിനെ ബാധിക്കുന്നു. അതുകൊണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെട്ട് മൺമറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ. എന്നാൽ ഈ സിറ്റുവേഷനിലെല്ലാം ഈ കുട്ടിയുടെ അമ്മയാണ് ഇതിനകത്ത് ഹീറോയിൻ. അല്ലെങ്കിൽ അമ്മയും പിന്നെ ഈ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സിനെയും കുറച്ച് മോർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പം അമ്മ ആലിയ അറോറ സ്വാഭാവികമായിട്ടും തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് എന്താന്ന് പോലും അറിയുന്നില്ല. കുറേ നാളുകളാവുമ്പോഴത്തേനും കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോകും. അല്ലെങ്കിൽ മനുഷ്യനുള്ള ഏറ്റവും വലിയൊരു കഴിവെന്ന് പറയുന്നത് തന്നെ മറക്കാൻ കഴിയുക എന്ന് പറയുന്നതാണല്ലോ. ഇവിടെയും അത് സംഭവിക്കുന്നുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എല്ലാവർക്കും ഡൈജസ്റ്റ് ആകുമായിരിക്കും, പക്ഷെ ആ കുട്ടിയുടെ അമ്മയ്ക്ക് അതൊട്ടും ഡൈജസ്റ്റ് ആകുന്നില്ല. ആൻഡ് ഫൈനലി അതിന്റെ ആ ഒരു മിസ്റ്ററി, ഈ ഒരു ത്രെഡിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഇത് മാത്രം ഫോക്കസ് ചെയ്യാതെ ഇൻ ബിറ്റ്വീൻ സംഭവിക്കുന്ന കുറച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സൈഡും നമുക്കത് വായിക്കുമ്പോൾ ഭയങ്കര റിലേറ്റബിൾ ആയിട്ടൊക്കെ നമുക്ക് പലർക്കും തോന്നും. എനിക്കങ്ങനെ തോന്നി. ആൻഡ് ഓഫ് കോഴ്സ് ഐ എം ഷുവർ അബൌട്ട് വായിക്കുന്ന നിങ്ങൾക്കും ഇതിന്റെ പല സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഓർക്കും ദൈവമേ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വാട്ട് വിൽ ഐ ഡു, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് തോന്നും ഈ ഒരു ബുക്ക് വായിച്ചു കഴിയുമ്പോൾ. വായനക്കാരെ അങ്ങനെ കൊണ്ടുപോകാൻ ആ ഒരു ഗ്രാഫിൽ ഇങ്ങനെ
ഡൗൺ അപ്പ് ഡൗൺ ആ ഒരു ഗ്രാഫിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് നമുക്ക് അങ്ങനെ ചുമ്മാ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. എല്ലാവരെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. സോ ഐ വാസ് ടോട്ടലി എക്സൈറ്റഡ് അബൌട്ട് ദിസ് ബുക്ക്. ഇത് വായിച്ചു തീരുന്നത് വരെ ആ ഒരു ത്രില്ലിങ് എനിക്കുണ്ടായിരുന്നു. അവസാനം ഗംഭീരമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതുപോലെ വലിയ ബിസിനസ്മാന്റെ അമ്മയും അച്ഛനും പ്രണയിച്ച് കല്യാണം കഴിച്ചു. അതുകൊണ്ട് തന്നെ ബിസിനസ്മാന്റെ ഒക്കെ ഫാമിലിയിൽ ഉള്ള കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ ഭയങ്കര ഇപ്പം വലിയ അങ്ങനെ ഒരു ട്രേഡ് മാർക്ക് ഉള്ളവർക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. അവർക്ക് പുറത്തേക്കായിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ സൊസൈറ്റി ആയിട്ടുള്ള കണക്ഷൻ വളരെ കുറവായിരിക്കും. സോ എപ്പോഴും അവരൊരു ചട്ടക്കൂടിന്റെ അകത്ത് നിന്നിട്ട് അവർ കാണുന്നതും ഇടപെടുന്നതും ആയിട്ടുള്ള ആൾക്കാരുടെ കൗണ്ട് ഒക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ചതിവ് പറ്റാനായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ വളരെയധികം കൂടുതലായിട്ട് വരും. കാരണം ഡെയിലി നമ്മൾ മീറ്റ് ചെയ്യുന്ന എന്താ മരുഭൂമിയിൽ മഴ പെയ്യുന്ന പോലത്തെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ. അത് കൂടുതലും ഇങ്ങനെ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടും ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് പറ്റുന്ന പറ്റലാണ്. അതൊക്കെ ഇതിനകത്ത് നമുക്ക് പല രീതിയിൽ ഇതിനെ നോക്കിക്കാണാം, പല ആംഗിളിൽ. ഇപ്പൊ ഞാൻ പറയുന്ന പേഴ്സ്പെക്റ്റീവിലാകണം എന്നില്ല, പക്ഷെ ഈ ഒരു ബുക്കിന്റെ റിവ്യൂ ഞാൻ തരുമ്പം ഇത് അടിപൊളിയാണ്. ഇതിന്റെ ത്രെഡ് പോകുന്നത് 400 ദിവസമായിട്ട് സിയ എന്ന് പറയുന്ന കുട്ടീനെ കാണാതെ പോകുന്നു. ആൻഡ് ലാസ്റ്റ് ഫൈനലി ആ കുട്ടിയെ കണ്ടെത്തുന്നുണ്ട്. അത് ഏതൊക്കെ റൂട്ടിലൂടെ പോയിട്ട് എങ്ങനെയൊക്കെ അത് കണ്ടെത്തുന്നു, അല്ലെ അതിനെ കണ്ടെത്താൻ പോകുന്ന വഴിക്ക് ഈ ആൾക്കാർ അനുഭവിക്കുന്ന കുറേ സ്ട്രഗ്ലിങ്സ്, അതിന് ചുറ്റുമുള്ള ആൾക്കാര് ഈ ഒരു റീസൺ കൊണ്ട് ഒരുപാട് എന്താ ഉള്ളിലെരിയുന്നതും അവരുടെ നീറ്റലുകള്, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും വായിച്ചിരിക്കുക. വായിക്കാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ എല്ലാ വായനക്കാർക്കും വായിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മിസ്റ്ററി ത്രില്ലർ തന്നെയാണ് കേട്ടോ. സോ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണുന്നത് വരെ